നമ്മളിന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട സാം തോമസിനെ സ്നേഹാദരങ്ങൾ നൽകാൻ വേണ്ടി കൂടിയിരിക്കുകയാണ്. 1956 തുടങ്ങിയ ദേവഗിരി കോളേജിൽ 1958 ഹോസ്റ്റൽ വിഭാഗത്തിൽ അക്കൗണ്ടൻ്റായി ചേർന്ന ഒരാളെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ആ ജോലിയിൽ തുടരുന്നു എന്നുള്ളതാണ്. 3 വർഷം കഴിഞ്ഞാൽ അത് 70 വർഷം എത്തും ആ സേവനം. സത്യം പറഞ്ഞാൽ ഗിന്നസ് റെക്കോർഡിലൊക്കെ കയറേണ്ടതാണ്. ഇങ്ങനൊരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുക, ആ കോളേജുമായിട്ട് അത്രയും താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ സാധാരണമായി കേൾക്കുന്നതല്ല. അപ്പോൾ കോളേജിൽ ഉള്ള കുട്ടികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരാൾ, സ്റ്റാഫിന്, മാനേജ്മെൻറ്റിന്, അതുപോലെ നാടക കലാ രംഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നമ്മളിവിടെ ഇന്ന് സ്നേഹം കൊണ്ട് നമ്മൾ ആദരിക്കുന്നത്. ഞാൻ ഓർക്കുന്ന 1969 ഞാൻ കോളേജിൽ ചേരുമ്പോൾ കോളേജ് അഡ്മിഷൻ കിട്ടി ഹോസ്റ്റലിൽ ചേരാൻ ചെന്ന് അമല ഹോസ്റ്റലിൽ ചേരാൻ ചെന്നപ്പോൾ എനിക്കൊരു രസീത് എഴുതി തന്നു. കോളേജിൽ ചേർന്നതിൻ്റെ ആ രസീത് കണ്ടപ്പോഴാണ് ഞാനൊരു എഴുതിത്തരുന്നയാൾ അന്നത്തെ കാലത്തെ ഈ കുരുവിക്കൂടൊക്കെ വെച്ച ആളാണ്. ഇന്നത്തെ ഫാഷൻ അതാണ്. ആ സാം തോമസിൽ നിന്ന് ഇന്നും വലിയ മാറ്റമില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. അതേ രൂപത്തിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലാതെ അടിസ്ഥാനപരമായിട്ടൊരു മാറ്റവുമില്ല. ആ എഴുത്തിന് ആ ഓരോ ഇംഗ്ലീഷ് എഴുതുന്നൊരു സ്റ്റൈലുണ്ട്. ആ അക്ഷരങ്ങളൊക്കെ വലിയ ഇങ്ങനെ മേലോട്ടും കീഴോട്ടൊക്കെ എഴുതുന്നൊരു അന്ന് ഞാൻ നോക്കി കണ്ടപ്പോൾ ഞാൻ നോക്കി എന്തൊരു ഭംഗിയായിട്ട് എഴുതുന്നു. അപ്പോൾ കുര്യച്ചനുണ്ട്, വേറൊരു 2 സ്റ്റാഫ്, ഇവർ 2 ഹോസ്റ്റൽ കാര്യം നോക്കുന്നു. അപ്പോൾ അന്ന് കൊടുത്ത ആ കത്ത് പോലെ എനിക്കിപ്പോഴും എല്ലാ വർഷവും ക്രിസ്മസ് നവവത്സര ആശംസ എന്നൊരു കാർഡ് അയക്കുന്നു. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അദ്ദേഹം കഷ്ടപ്പെട്ടൊരു കാർഡ് എനിക്കെന്നും അയക്കുന്നു. ഞാൻ ആർക്കും അയക്കാറില്ല, പക്ഷേ എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു വലിയ മഹത്വം, ആ സൗഹൃദത്തിൻ്റെ വലിയൊരു ആഴം. എപ്പോൾ കണ്ടാലും മെല്ലെ വന്ന് കൈക്കകത്തും സാധനം വെച്ച് നോക്കുമ്പോൾ ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ്, അതാണ് ആ ചോക്ലേറ്റിൻ്റെ മധുരമായി നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അങ്ങനെയുള്ളവരൊക്കെ വളരെ കുറവാണ്, ഞാൻ ആലോചിക്കുകയാണ്. അത് ഞാൻ വരുമ്പോൾ 5 ഹോസ്റ്റലാണ് ദേവഗിരി കോളേജിൽ. ആമല ഹോസ്റ്റൽ, സെൻറ്റ് തോമസ്, സെൻറ്റ് ജോസഫ്, ന്യൂമാൻ, ടാഗോർ, എല്ലാം കൂടി ഒരു 600ഓളം വിദ്യാർത്ഥികളുണ്ട്. എന്ന് വെച്ചാൽ കോളേജിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. വരുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ 75-80% ഈ ഹോസ്റ്റലിൽ നിന്നാണ്. ഹോസ്റ്റലാണ് ഒരു ലോകം. എല്ലാ മാസവും ഹോസ്റ്റൽ മെസ് ഫീ അടയ്ക്കാൻ നില്ലുമ്പോൾ കാണുന്ന 2 പേരാണ് ഈ സാം തോമസും കുര്യച്ചനും. ഈ 2 പേരുടെ ലോകം. ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ പഠിക്കുകയൊന്നുമില്ല ആൾക്കാർ, കുട്ടികൾ പഠിക്കുന്നൊന്നുമില്ല. കാരണം ഫൈനൽ ഇയർ പരീക്ഷയുള്ളൂ. PDCക്ക് 2ാം വർഷം ഒരു പരീക്ഷ, ഡിഗ്രിക്ക് 2ാം വർഷം, പിന്നെ ഫൈനൽ ഇയർ, ഇതൊക്കെയാണ്. മിക്കവരും തോറ്റുപോകും. റിസൾട്ടൊക്കെ വളരെ മോശമാണ്. പക്ഷേ സ്പോർട്സ്, ജിമ്മി ജോർജിനെ പോലുള്ള കുടുംബത്തിലുള്ള കളിക്കാർ, ജോസ് ജോർജിനുള്ള കളിക്കാരും എല്ലാം ചേർന്ന് നടന്ന ഹോസ്റ്റലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു നായകനാണ് ശരിക്കും പറഞ്ഞാൽ സാം തോമസ്. അത് മാത്രമല്ല, അദ്ദേഹം കലാകാരനാണ്. അന്ന് നാടകങ്ങൾ അവതരിപ്പിക്കുക, കോളേജ് ഡേയ്ക്കൊക്കെ നാടകം അവതരിപ്പിക്കാൻ അന്ന് ദേവഗിരി ആർട്സ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായി. അന്ന് സെക്കൻഡ് MAക്ക് പഠിച്ചുകൊണ്ടിരുന്ന 71 തോന്നുന്നു, UD അഗസ്റ്റിൻ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനായ ഒരു MA സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയും, ജെയിംസ് ജോസഫ്, അദ്ദേഹം പിന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വിദ്യാഭ്യാസ രംഗത്തെ വലിയ പ്രശസ്തനായ ഒരാളാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ദേവഗിരി ആർട്സ് നാടകം അവതരിപ്പിച്ച് ഓർക്കുന്നു. എല്ലാ വർഷവും നല്ല നാടകങ്ങൾ എഴുതി സാം തോമസാണ് എഴുതുന്നത്. സാമേട്ടനാണ് നാടകമൊക്കെ എഴുതുന്നത്. അക്കാലത്താണ് ഷെപ്പേർഡ് സാറിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് ഇവിടെ ടൗണിൽ ശ്രീനാരായണ ഹാളിൽ അവതരിപ്പിച്ച് ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നാടകത്തിൻ്റെ ഒരു കാലമാണത്. നാടകം എന്ന് പറയും നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ ജീവമായിട്ട് നിന്ന, ജീവശ്വാസം പോലെ നിന്ന ഒരുപാട്, തിക്കോടിനെ പോലുള്ള ഒരുപാട് എഴുത്തുകാർ, ആകാശവാണിയിലെ വിനുവിൻ്റെ അച്ഛനായ വിനയനെ പോലുള്ള അവരുടെ എഴുത്തുകളെ കണ്ട് ആസ്വദിച്ച ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു സ്റ്റാർ എന്നുള്ള നിലയിൽ തന്നെയാണ് സാം തോമസ് ചേട്ടൻ ഞങ്ങളുടെ കൂടെ അവിടെ നിന്നുകൊണ്ടിരുന്നത്. ആ നാടകക്കാലം അക്കൂട്ടത്തിൽ ജയപ്രകാശ് ഉളൂരിനെ പോലുള്ള ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുള്ള നാടകക്കാർ. അപ്പോൾ രചനയും അഭിനയവും സംവിധാനവും പാട്ടുകളും എല്ലാം സാം തോമസിൻ്റെ ഒരു ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം സംഗീതം അങ്ങനെ വരികയാണ്. മുഹമ്മദ് റഫി, തലത്ത് മുഹമ്മദ്, അല്ലെങ്കിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ഈ പാട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ ചെല്ലുന്ന അവസരത്തിൽ ഇതങ്ങ് ഓൺ ചെയ്ത് ഇതിങ്ങനെ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാലം 60-70 കാലഘട്ടങ്ങളിലെ ഹിറ്റ് ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ അടിമുടി കലാകാരനും എല്ലാ തരത്തിലും മനുഷ്യസ്നേഹിയുമായ വലിയ ഒരാളെ നമ്മൾ ആദരിക്കുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ റേഡിയോ നാടകത്തിൽ ശബ്ദം കൊടുത്തുകൊണ്ടിരുന്ന കാലം. പിന്നെ ഇദ്ദേഹം സിനിമ അഭിനയിക്കാൻ പോയി എന്ന് പലർക്കും അറിയില്ലായിരിക്കും. അരം പ്ലസ് അരം കിന്നരം എന്ന പ്രിയദർശൻ്റെ സിനിമ കണ്ടറിയാം. സാം തോമസ് അവിടെ ഒരു പത്രപ്രവർത്തനമായിട്ട് അഭിനയിക്കാൻ ഒരു റോളിൽ വരുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാനത് യൂട്യൂബിലിട്ട് കണ്ടു ഒന്നുകൂടെ ഇത് കാണാൻ വേണ്ടി. ഞാൻ അന്നേരം നോക്കുകയാണ്, ഈ വലിയ ചെറിയ വ്യത്യാസമല്ലാതെ ശരീരത്തിന് പോലും മാറ്റം വന്നിട്ടില്ല ആ നാടകത്തിൽ. ആ സിനിമയിൽ അഭിനയിക്കാൻ പോയ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി.
അവിടെ ചെന്നപ്പം ഡയറക്ടർ ചോദിച്ചു, വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എന്നാൽ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ കൂടുതൽ സീനുകൾ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീ സാം തോമസ് ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിച്ചു. ആരോ കോവിലുള്ള ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി. അങ്ങനെ കുറച്ച് ഒന്ന് 2 ദിവസം പഠിച്ചു. പിന്നെ അത് നടന്നില്ല. ആ ഡ്രൈവർ മരിച്ചുപോയെന്ന് അദ്ദേഹം പറയുന്നത്. ഡ്രൈവർ തന്നെ മരിച്ചുപോയി. ഏതായാലും ആ സിനിമ അവിടെ നിന്നുപോയി. അല്ലെങ്കിൽ കൂടുതൽ റോളുകൾ കിട്ടുമായിരുന്നു അദ്ദേഹത്തിന് സിനിമയിൽ. ദേവഗിരി കോളേജിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു സിനിമാ നടനായിട്ട്, സ്വഭാവ നടനായിട്ട് വളരേണ്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരു കലാകാരനെ നമ്മൾ ആദരിക്കുകയാണ്. സ്നേഹം നമ്മൾ പങ്കിടുകയാണ്. സന്തോഷകരമായ ഒരു സായാഹ്നത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സാമേട്ടനോടൊപ്പം കുറച്ച് നമുക്ക് ചെലവഴിക്കാം. എല്ലാവർക്കും നന്ദി.